ഏതാ ഏതാ ഇ ഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. ചേച്ചി അധികം വർത്താനം പറയല്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ അതെ അതെ, അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പോയി ഇ ഡി പിടിച്ചെടുത്ത കാശ് പത്രക്കാരെടുത്ത് പറഞ്ഞാൽ മതി. തിരിഞ്ഞു പറഞ്ഞു. തിരിഞ്ഞു പറഞ്ഞു. പത്രക്കാരോട് പറഞ്ഞു. പത്രക്കാരെടുത്ത് പറയൂ. ചേച്ചി അതെല്ലാം ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കും. ഒന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുമ്പോൾ എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയും ഇല്ല. ഇത് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാണ് പറയുന്നത്. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. അതെന്ത് ന്യായമാ? ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. ഇതേ പറ്റി നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ, എന്നിട്ടത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറ. കോപ്പറേറ്റിൽ കാശില്ലെന്നാണ് അവർ പറയണത്. നമ്മൾ എന്ന് കുറച്ച് കാശെങ്കിലും തായെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ കാശില്ലെന്നാണ് പറയണത്. കരുവന്നൂർ കോപ്പറേറ്റിൻ്റെ ശാഖ ഇവിടെയുണ്ട്. ഞങ്ങളെല്ലാം കാശിട്ടിരിക്കണം ഈ ഭാഗത്താണ്. അപ്പം നമ്മൾ അവരോട് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ന് വലിയ കോപ്പറേറ്റിൽ ചെന്ന് പറയൂ, അവിടുന്ന് കത്ത് മേടിച്ചിട്ട് വാ എന്നൊക്കെയാണ് അവർ പറയണത്. എനിക്ക് 2 ലക്ഷത്തിന് മേളിലുണ്ട് കാശ്. സ്ഥിരമായിട്ട് അവിടെ ഇടുന്നതാണ്. ഞങ്ങളിങ്ങനെ കട്ടുവാരിക്കൊണ്ട് പോകണമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് കുറച്ച് കാശ് ഞങ്ങൾക്ക് കിട്ടി. കുറച്ച് കാശും കൂടി ഇനി അതിൻ്റെ ബാക്കി കൂടി കിടക്കുന്നുണ്ട്. 1,80,000 രൂപ എനിക്ക് കിട്ടാനുണ്ട്, എനിക്ക് മാത്രം. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അതിൽ നിന്ന് മരുന്ന് മേടിക്കാനുള്ള കാശ് അവരോട് ചെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരും മറ്റുള്ളവരും പറയണത് ഞങ്ങൾക്ക് ആ കാശ് ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് തരാനായിട്ട് നിയമമില്ല. 5,000 രൂപ മാത്രമേ അവർ തരുള്ളൂ. അത് എത്ര നാൾ തന്നു തരണം? ഞാൻ അതിനു മുമ്പ് ചത്തുപോകില്ലേ? ആ കാശ് എനിക്കിത് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇത്രയും കാശ് എനിക്കുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ പാർട്ടിക്കാരുടെ ചെന്ന് കത്ത് മേടിച്ച് കൊണ്ടുചെന്ന് കോപ്പറേറ്റീവ് കൊണ്ടുചെന്ന് കൊടുത്തിട്ട് ഇവിടെ ആ കത്തും മേടിച്ചിട്ട് ഈ കോപ്പറേറ്റീവ് കൊണ്ടുചെല്ലാൻ പറയും. അപ്പോഴത്തേക്ക് അവർ ആ കാശ് തരില്ല. ഞാൻ ഈ ലോകം മുഴുവൻ ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നതാ. എനിക്ക് ഈ ലോകം മുഴുവൻ നടക്കാനുള്ള കഴിവൊന്നുമില്ല. അവരാ കാശ് തരില്ല, അവരുടെ കയ്യിൽ ഇല്ലെന്നാ പറയണ. എൻ്റെ പേര് ആനന്ദവല്ലി. മന്ത്രി ഒന്നും കാണാനുള്ള അറിവൊന്നും എനിക്കില്ല. ഇപ്പൊ പറഞ്ഞു ഞാൻ മന്ത്രീനെ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എനിക്ക് മന്ത്രീനെ കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് മന്ത്രീനെ കാണാനാ, EDയെ കാണാനാ. അവരാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഞാൻ കലം കഴുകി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇട്ടു, അത് മാത്രമേ എനിക്കറിയൂ. ആ കാശ് എനിക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ എനിക്ക്.